മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദി ലോർഡ്. മാസത്തിൻ്റെ 4ാമത്തെ ആഴ്ചയായ ഇന്ന് ദിവ്യകാരുണ്യ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഇതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതിനെല്ലാം ഉത്തരം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഈശോ. ജെറമിയ 32:27 പറയുന്ന പോലെ, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലായിരിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പിതാവേ, എന്നുടെ നാഥൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. പാവനാത്മാവേ, ആശ്വാസപ്രദൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ,
നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോ നമ്മോട് ഏറ്റവും അടുത്തായിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഇതാ ഈ അൾത്താരയിൽ. നിയമാവർത്തനം 4:7 പറയുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതേ സഹോദരങ്ങളെ, ഒത്തിരി ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഇത്രയും അടുത്ത്. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകിയപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ഏറ്റവും അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് നമ്മളെ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നമ്മളെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് അതിലുമെല്ലാം ഉപരിയായി ഒരു നേഴ്സായിട്ട് ഈശോയുടെ ഹീലിംഗ് മിനിസ്ട്രിയിൽ അംഗമാക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള നേഴ്സസിനെ നമുക്കിപ്പോൾ ഓർക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, ഈ അവസരങ്ങളൊന്നും ലഭിക്കാത്ത ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ നേഴ്സുമാരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്ന് പള്ളിയിൽ പോകാനോ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനോ മറ്റൊരു അവസരങ്ങളും ലഭിക്കാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഴിയുന്ന എല്ലാ നേഴ്സുമാരെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി ദൈവമേ സ്തോത്രം. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമാവൻ, എൻ്റെ എല്ലാമാവൻ, അവൻ ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമാവൻ, എൻ്റെ എല്ലാമാവൻ, അവൻ ആരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, അവിടുന്ന് കാരുണ്യം മാത്രമാണ്. ഞങ്ങൾ എത്ര തിരിഞ്ഞും നടന്നാലും പിന്നെയും പിന്നെയും ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന അവിടുത്തെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അർഹതയൊന്നുമില്ലായിട്ടും ഈ നാട്ടിൽ ഇവിടെ നല്ല ജോലിയും എല്ലാ സൗകര്യങ്ങളും തന്ന്, നല്ലൊരു കുടുംബം തന്ന്, എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുതരികയാണ്. ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സസിനും കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സ്നേഹം കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും കുടുംബത്തിന് തകർച്ചകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ തിരുമുറിവിലോടും ക്ഷതത്തോടും ഞങ്ങളിപ്പോൾ ചേർത്ത് വെക്കുകയാണ്. കർത്താവേ, ദൈവത്തിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളും നമുക്കിപ്പോൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നമുക്ക്
നമുക്കൊരു കർത്താവുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളി, മക്കളും എല്ലാം ഒരു സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കോടാനുകോടി വർഷം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഈശോയുടെ തിരുമുഖത്തേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അവിടുത്തെ ആ വലിയ സ്നേഹത്തെ നമുക്കിപ്പോൾ ഓർക്കാം. നമുക്ക് അവൻ ദിവ്യ കാരുണ്യമാണ്, കാരുണ്യം മാത്രമാണ് അവന്, സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. ഈശോയെ ഞങ്ങളിപ്പോൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്കും അവിടുത്തെ വലിയ കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നേഴ്സുമാരോടും കൂടി ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കാത്തവര്, ഈശോയെ അവിടുത്തെ സ്നേഹത്തെ പറ്റി അറിയാത്തവര്, അവരെ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഇരു കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ അവിടുത്തെ കൃപ ഇപ്പോൾ അങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിലേക്ക് ഈശോയെ അവിടുത്തെ വൻ കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും ഈ സമൂഹത്തില് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള നേഴ്സുമാര് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി സ്തോത്രം. വിശുദ്ധിയാലെ നിറഞ്ഞിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. പാപബന്ധനമകന്നിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. വിശുദ്ധിയാലെ നിറഞ്ഞിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. പാപബന്ധനമകന്നിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. പുതിയൊരു ജനനം നൽകിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. ആത്മാവാലെ നിറഞ്ഞിടുവാൻ എന്നെ കഴുകണമേ. യേശുവേ നിൻ രക്തത്താൽ എന്നെ കഴുകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിക്കുന്ന സ്വർഗീയ നിമിഷം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സജീവ സാന്നിധ്യം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹവും സമാധാനവും ഒഴുകുന്ന ഈ നിമിഷമാണ്. സ്വർഗത്തിൻ്റെ കൂടാരം വിട്ട് നമ്മോടൊത്ത് വസിക്കുവാനായിട്ട് തന്നെ പരിചരിച്ചുകൊണ്ട് ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായ ഈശോ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ നോക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വചനം പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നോഹ പെട്ടകം നിർമ്മിച്ചത് അവൻ്റെ വിശ്വാസം മൂലമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ വിശ്വാസം നമ്മൾക്ക് നോക്കാം. ഇസഹാക്കിലൂടെ ഒരു ജനതയെ നൽകുമെന്ന് അരുളിച്ചതുകൊണ്ട് തന്നെ ബലിയായി കൊടുക്കുവാനായിട്ട് അബ്രാഹത്തോട് ആജ്ഞാപിക്കുന്നു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യത്തിലൂടെ ശതാധിപതിൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന ഈശോ, അവിടെ ഈശോ ശതാധിപൻ്റെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെടുന്ന ഈശോയാണ്. ശതാധിപൻ പറയുന്നു, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന്. ഈശോ ആശ്ചര്യപ്പെട്ടുകൊണ്ട് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. വീണ്ടും രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെ ഈശോ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സുഖം പ്രാപിക്കുമെന്ന് അവൾ
ഉള്ളിൽ വിചാരിച്ച നിമിഷം തന്നെ നമ്മുടെ കർത്താവ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഈശോ നോക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യം നിൽക്കുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തെ നോക്കുന്നു. ശതാധിപനെ പോലെ ഉള്ള വിശ്വാസം ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് കർത്താവ് നോക്കുന്നത്. രക്തസ്രാവിക്കാരി സ്ത്രീയുടെ വിശ്വാസമായിരിക്കാം. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമ്മളും ശിഷ്യന്മാരെ പോലെ അല്പവിശ്വാസികളായിത്തീരുന്നു. കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോൾ, തിരമാലകൾ ഉയരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഈശോയെ നമ്മൾ മറന്നുകൊണ്ട് ലോകത്തിൻ്റെ ശക്തിയിലേക്ക് നോക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ കൂടെ നടക്കുന്ന ഈശോയിലേക്ക് നീ നോക്കുക. നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് എത്ര വലുതാണെങ്കിലും നിന്റെ കൂടെ ഇരിക്കുന്നവൻ അവനേക്കാൾ ശക്തനാണ്. അവനിലേക്ക് നിന്റെ വേദനകളെ കൊടുക്കുക. വീണ്ടും ഈശോ തോമാസ് ശ്ലീഹായോട് പറയുന്നുണ്ട്, നിന്റെ വിരലിലൂടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ വിരല് എൻ്റെ പാർശ്വത്തിലിടുക എന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്ന തോമാസ് ശ്ലീഹായെ നമുക്കും അതുപോലെ പറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങൾക്കും വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ വർദ്ധിച്ചു തരണമേ. ഈ നിമിഷം നമ്മുടെ രോഗങ്ങളെ കർത്താവിൻ്റെ ആ മുറിവേറ്റ ഹൃദയത്തിലേക്ക് കൊടുക്കാം. നമ്മുടെ വേദനകളെ കൊടുക്കാം, നമ്മുടെ കുടുംബങ്ങളെ കൊടുക്കാം. 2 കോടി നേഴ്സുമാരെ കൊടുക്കാം. ഓരോ നേഴ്സുമാരുടെ കുടുംബങ്ങളെ നമുക്ക് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊടുക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ഭദ്രമായിരിക്കുമെന്ന് നമ്മൾ അറിയുന്നു. എൻ്റെ പൊന്നീശോയെ, ഞങ്ങളുടെ ഓരോരുത്തരെ ഈ നിമിഷം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. മുറിവേറ്റപ്പെട്ടവൻ്റെ മുറിവിലേക്ക് ഞങ്ങൾ നൽകുന്നു ഈശോയെ. ഹല്ലേലൂയ കർത്താവേ, സ്തുതിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ദൈവമേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവമേ, സ്തുതിക്കുന്നു ഈശോയെ. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന, അങ്ങേക്കാരാധന. ജോഷുവ 24:15. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. രക്ഷാകരമായ ദൈവിക സാന്നിധ്യത്തെ നസ്രത്തിലെ കുടുംബത്തെ അവിടുന്ന് തിരുകുടുംബമാക്കി മാറ്റിയല്ലോ. ഈ ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധിയിലും ഹൃദയ-ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് ദൈവമേ, കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഏറ്റവും മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് അതുവഴി ദൈവത്തെ അറിയുവാനും ജീവിക്കുന്ന സുവിശേഷങ്ങളാകുവാനും ഓരോ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പിതാവ് നടത്തി തരുമെന്ന് വചനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, ഈ ലോകമെമ്പാടുമുള്ള നേഴ്സുമാരുടെ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏക മനസ്സോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുറപ്പാട് 20:12. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. യേശുനാഥ, സ്വഭവനങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ നഴ്സുമാരുടെയും മാതാപിതാക്കളെ ഞങ്ങൾ അങ്ങേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. എവിടെയായിരുന്നാലും അവരോടുള്ള കടമകൾ മറക്കാതെ അവരെ സ്നേഹിക്കുവാനും ഓരോ കടമകളും അവരെ അർഹിക്കുന്ന വിധത്തിൽ അതിൽ കൂടുതൽ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ. അതോടൊപ്പം തന്നെ
വിവിധങ്ങളായ സാഹചര്യങ്ങളാൽ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത എല്ലാ നഴ്സുമാരെയും അവരുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പൊന്നീശോയെ, അങ്ങയുടെ ഉന്നതദാനമായ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചെയ്ത ഈശോയെ, ലോകമെമ്പാടും ജോലിയില്ലാതെ വലയുന്ന എല്ലാ നേഴ്സുമാരെയും തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത വിധം ജോലിയോ വേതനമോ ലഭിക്കാതെ കൊണ്ട് നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അങ്ങയുടെ തിരുഹൃദയത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പൊന്നുതമ്പുരാനെ, അതോടൊപ്പം തന്നെ ഉയർന്ന ജോലിയും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയും എല്ലാം ഉണ്ടായിരുന്നിട്ടും അങ്ങയുടെ സമാധാനമോ സന്തോഷമോ അനുഭവിക്കുവാൻ കഴിയാതെ ജീവിതം നയിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തൃപ്പാദത്തിങ്കിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യജീവൻ്റെ പാതയിലൂടെ ചരിക്കുവാനായിട്ട് അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ, അവരെ അതിന് യോഗ്യർ ആക്കി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലൈംഗികമായ ആസക്തികൾക്കും മുഴുകി ജീവിക്കുന്ന ഓരോ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുമുറിവിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ഈശോയെ, പലവിധ കാരണങ്ങളാൽ തകർന്ന ഓരോ കുടുംബങ്ങളെയും, ഡിവോഴ്സിൻ്റെ പക്കലെത്തി നിൽക്കുന്ന ഓരോ ദമ്പതികളെയും ഈശോയെ അവിടുത്തെ അനന്തമായ കരുണയാൽ അവിടുന്ന് പൊതിഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയെ സകല വിനാശങ്ങളിൽ നിന്നും അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനും കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക്, സാന്നിധ്യത്തിലേക്ക് വിവിധ കുടുംബങ്ങളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ആശുപത്രികളിൽ നിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സൗഖ്യദായകമായ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന, തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ നേഴ്സിനെയും അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ഇവരുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് തരുന്നു. അങ്ങയുടെ സൗഖ്യ ശുശ്രൂഷ ഇവരുടെ കുടുംബത്തിൽ ആരംഭിച്ച് ഇവരുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും, ആ സൗഖ്യ ശുശ്രൂഷ കുടുംബത്തിൽ ആരംഭിച്ച് അത് കുടുംബത്തിന് പുറത്ത് സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ ഓരോരുത്തരെയും അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ യേശുവിനെയും വഹിച്ച് ഏലീശായുടെ ഭവനത്തിൽ ചെന്ന് അവൾക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ കർത്താവേ, ഇവിടെ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഓരോ നേഴ്സസിനെയും, ഈ ലോകമെങ്ങും ഉള്ള
എല്ലാ നേഴ്സുമാരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവർ ശുശ്രൂഷയ്ക്കായിട്ട് ഇവരുടെ ഭവനം വിട്ട് പുറത്തു പോകുമ്പോൾ ആശുപത്രിയിലേക്ക്, വിവിധ വാർഡുകളിലേക്ക്, വിവിധ രോഗികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അങ്ങയെ വഹിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുവാനും അങ്ങയുടെ കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അവർക്ക് നൽകുവാനുമുള്ള കൃപ നൽകി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാ നേഴ്സസിനെയും, പ്രത്യേകിച്ച് അങ്ങയുടെ ദിവ്യകാരണത്തിന് മുമ്പിലായിരിക്കുന്ന ഓരോ നേഴ്സസിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇവരുടെ കുടുംബങ്ങളെയും എല്ലാവർക്കും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയും അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കണ്ണുനീരൊപ്പിയ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ സന്തോഷവും സ്നേഹവും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.